എല്ലാവർക്കും കൗണ്ടർ, നിങ്ങൾക്കെല്ലാവർക്കും കൗണ്ടർ. എല്ലാവർക്കും കൗണ്ടർ, നിങ്ങൾക്കെല്ലാവർക്കും കൗണ്ടർ. ചീഞ്ഞൊരു കൗണ്ടർ കേട്ടുമടുത്തു, പുതുമകൾ വേണം. ഹലോ സുഹൃത്ത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എത്ര പ്രാവശ്യമാണ് ഒരു കാര്യം പറയേണ്ടത്. ഞാനൊരു സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്കായിട്ട് അമൃത ടി വിയിലാണുള്ളത്. പിഷു വിളിച്ചിട്ട് വന്നതാ. ടിഷ്യു അല്ലടോ, പിഷു, പിഷാരടി. ആ സുഹൃത്തെ, നിങ്ങളുടെ രണ്ടിൽ തെങ്ങിൽ കയറാൻ ഞാൻ തന്നെ വേണ്ടല്ലോ, വേറെ ആളെ കിട്ടുമല്ലോ. ഹായ് രമേശ് ജി. നമസ്കാരം. ബാല സാർ, ബാല്യ കൗമാര വാർദ്ധക്യങ്ങളെ നിങ്ങൾക്ക് എന്റെ നമോ. ഇവർക്കാർക്കും എന്റെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, നമുക്കുമില്ല. എന്നാൽ എന്റെ മകന്റെ ധർമ്മം എന്ന കവിത കേട്ടാൽ തീർച്ചയായിട്ടും ഇവർക്ക് എന്നെ മനസ്സിലാവും. കവിയാണ്? കവിയാണ്. ഓ, കവി MK കുറ്റിക്കാട്. അപ്പൊ മകന്റെ ധർമ്മം കേട്ടാലോ? കേക്കാം. പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. മണപ്പള്ളി മാധവൻ നമ്പ്യാരെന്ന മഹാപാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. ഇത് സിനിമ ഡയലോഗ് അല്ലേ? എൻ്റെ ചില ഡയലോഗുകൾ എൻ്റെ രചനയിൽ നിന്നും ഷാജിമോൻ എടുത്തിട്ടുണ്ട്. എത്രയോ സിനിമാക്കാരായ മക്കൾ എടുത്തിട്ടുണ്ട്. അതിനൊന്നും MK കുറ്റിക്കാടിന് ഒരു പരാതിയുമില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കോ കുട്ടി. അല്ല, സാറിന്റെ ഒരു കവിത എഴുതിയിട്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. ഹായ്, ഏതാണത്? മരം വെട്ടുകാരൻ. മരം വെട്ടുകാരൻ. അത് മരം കൊത്തി ഇവിടെ 2ാം ഭാഗമാണോ? അത് തന്നെ. കാരണം അത് എഴുതി ഞാൻ കലോത്സവത്ത് പാടിയപ്പോൾ ആ ഗ്രേസ് മാർക്ക് കൊണ്ട് എനിക്ക് 210 തികഞ്ഞ്. കുട്ടി എഴുന്നേറ്റ് നിൽക്കൂ. ആ കവിത എനിക്ക് വേണ്ടി 2 വരി ചെല്ലാമോ? പാടാം. നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. എന്നമ്മച്ചിയെ കയറിപ്പിടിച്ചോരു സായിപ്പിനെ തുണ്ടം വെട്ടി എൻ്റെ അപ്പനന്നു ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 5 വയസ്സും 5 മാസവും 5 ദിവസവും. പോലെ ഈ കവിത എഴുതിയ ഞാൻ പോലും SLC പാസ്സായില്ല. നീ പാസ്സായില്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. കവി, നമുക്ക് ആധുനിക കവിതകളെ പറ്റി ഡിസ്കസ് ചെയ്താലോ? അത്തരം ഡിസ്കസുകൾ അനുവദനീയമല്ല സഖി. സോറി മോളെ, സമയപരിമിതി ഉണ്ടല്ലോ. എനിക്ക് പോയിട്ട് ഒരുപാട്. എന്നാലും ഈ കടമനിട്ടയുടെ കുർത്തി എന്ന കവിതയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കടമനിട്ട, വയലാർ, ബാക്കി ആരാ ഉള്ളത്? ഇവരുടെ കവിതകൾ ലൈബ്രറിയിൽ കിട്ടുമല്ലേ? പുസ്തകശാലകളിൽ കിട്ടൂലേ? പക്ഷേ MK കുറ്റിക്കാടിന്റെ കവിതകൾ എവിടെയാണ് നിങ്ങൾക്ക് കിട്ടല്? എവിടെയും കിട്ടില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണോ? അതെ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണോ? അതെ. എന്നാൽ എന്റെ രചനകൾ അധികവും പ്രസിദ്ധീകരിക്കുന്നത് KSRTCയിലെ മൂത്രപ്പുരയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പുരയിലും കേരളത്തിലുടനീളം പാഞ്ഞോടുന്ന ട്രെയിനുകളുടെ ബാത്റൂമിലുമാണ്. സാറിന്റെ തുമ്പോളി കടപ്പുറത്തെ ശാപശ്രീ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ശാപസ്ത്രീ അല്ലടോ, സാവിത്രി. ഓ, അത് ചെറിയൊരു മിസ്റ്റേക്കാണ് എൻ്റെ രമേശ് ജി സംഭവിച്ചത്. ഞാൻ 1 ലൈൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് പ്രസ് ഉദ്ഘാടന വേളയിൽ അതുകൊണ്ട് ഒരു പ്രസിദ്ധീകരിച്ചു. അത് കറപ്ഷൻ ചെയ്യാത്ത കോപ്പിയാണ്. നീ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്. MK സാർ, നമസ്കാരം. ഈ കവിത എഴുതാനുള്ളൊരു ത്വര എവിടെ നിന്ന് കിട്ടുന്നത്?
അതായത് എൻ്റെ മുടി കണ്ടാൽ തന്നെ അറിയുന്നില്ലേ അനിയ, ഞാൻ അറിവിൻ്റെ കൈലാസം കയറുമ്പോൾ എൻ്റെ മുടി കൈലാസത്തിൽ താഴെ ഇറങ്ങുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഞാൻ ഇതിനു വേണ്ടി എത്ര മെനക്കെടുന്നുണ്ട്. ചില്ലുപാത്രത്തിലെ സ്വർണമീനാണു ഞാൻ കല്ലെറിഞ്ഞുടക്കല്ലേ. അതുകൊണ്ട് ഒരു കാലത്ത് നീയും ഇവിടെ വരും, ഞാനും അവിടെ പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നിർവചിക്കാം, ഭാവിയെ പറ്റി നമുക്ക് നിർവചിക്കാൻ പറ്റില്ലല്ലോ. ആദ്യമായിട്ട് എഴുതിയ കവിത ഏതായിരുന്നു? ആദ്യമായിട്ട് ഞാൻ എഴുതിയ കവിത ഷൂസ് ഇട്ട കാലുകളാണ്. അത് വേറെ ഒരു എൻ്റെ ബന്ധുവായ ഒരു കവിയുണ്ട്, അദ്ദേഹം നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. എങ്കിലും അദ്ദേഹം കോപ്പിറൈറ്റ് വാങ്ങി. എങ്കിലും ഇവിടെ ചൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സെഡ്ജിയോ? അടിച്ചതല്ല ചവിട്ടിയതാണതും ഷൂസിട്ട കാലുകൊണ്ട്. കവിക്ക് ഇപ്പൊ നിമിഷ നേരം കൊണ്ട് ഡയാനെ പറ്റി ഒരു കവിത ഉണ്ടാക്കി പാടാൻ പറ്റും. എല്ലാരും നിമിഷ കവികള്. ഞാൻ പാടാം. മിന്നുന്ന താരക ചേലുള്ള പെണ്ണേ, മിന്നീതൻ ചേലുള്ള കണ്ണേ, മാൻമിഴി തോൽക്കും കണ്ണുള്ള പെണ്ണേ, കുമ്പപ്പൂ നിറമുള്ള അഴകുള്ള പെണ്ണേ. ഞാൻ ഇങ്ങോട്ട് വന്നത്, അതായത് എന്നെ പൊതുവെ അറിയപ്പെടുന്നത് തൂലിക ന്യൂക്ലിയർ ബോംബാക്കിയ കവി എന്നാണ്. ഞാനിന്നിങ്ങോട്ട് വന്നത് കേരളത്തിലെ ഡയാനെ പോലെയുള്ള പെണ്ണുങ്ങളും കേശവമ്മാവനെ പോലെയുള്ള ചില മെയിലുകളും ഒരു പറഞ്ഞു വരുത്തുന്ന ഒരു അപവാദം പറഞ്ഞു വരുത്തുന്ന ഒരു ശാന്തി ഭവനുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചക്കാണ്. അതിൻ്റെ ചർച്ച നമുക്ക് ഒരു കവിതയിലൂടെ ആരംഭിക്കാം. കുറി വരച്ചോനും കുരിശി വരച്ചോനും കുമ്പിട്ട് നിസ്കരിച്ചോനും, വാങ്ങുന്നതും ഒന്ന് പോകുന്നതും ഒന്ന്, പുണ്യസ്ഥലമാം ബീവറേജിലെ മദ്യങ്ങൾ മാത്രം. അതായത് നമ്മുടെ ബീവറേജ് കേരളത്തിലെ ചില ആണുങ്ങളും പെണ്ണുങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട്, വിഷം ബോട്ടിലാക്കി കൊടുക്കുന്ന ഒരു ചുടലപ്പറമ്പാണ് ബീവറേജ് എന്ന്. എന്നാൽ MK കുറ്റിക്കാടായി ഞാൻ പറയുന്നു, ശാന്തിയും സമാധാനവും ലേബലൊട്ടിച്ച് കുപ്പിയിലാക്കി കൊടുക്കുന്ന പുണ്യസ്ഥലമല്ലേ ബീവറേജ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കരിവാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബീവറേജിനോടനുബന്ധിച്ച് എത്ര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? റിപ്ലൈ ഇല്ലാത്തോണ്ട് ചോദിച്ചതാണ്. എത്ര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്? ഡിസ്പോസിബിൾ ഗ്ലാസ് വെക്കുന്ന എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്? പാൻപരാഗ് വെക്കുന്നവർ ജീവിക്കുന്നില്ലേ? പുഴുങ്ങിയ മുട്ട വെക്കുന്നവരെ അവർ വരെ ജീവിക്കുന്നില്ലേ? പാക്കറ്റ് വിൽക്കുന്ന അച്ചപ്പം പരിപാടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനക്കാർ ജീവിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള സോഡക്കാർ ജീവിക്കുന്നുണ്ട്, പച്ചവെള്ളം പഴം സ്ഥലം മാത്രം നെറ്റിന് കൊടുത്ത് അടിക്കുന്നവര് അങ്ങനെ കുറെ പേര് ജീവിക്കുന്നുണ്ട്. ഇന്നേ വരെ മുളക് ബജ്ജി. ശരി, ബിവറേജുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേര് താമസിക്കുന്നുണ്ട്, അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയാണ് ഇന്നത്തെ ആൾക്കാർ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായിട്ടില്ലേ? പോലീസ് സ്റ്റേഷന് നേരെ കല്ലേറുണ്ടായിട്ടില്ലേ? ഇന്നേ വരെ ബീവറേജിന് കല്ലെറിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തിന്റെ രേഖകളിൽ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റുക? മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യത്തിന് വില കൂട്ടുന്ന സമയത്ത് കുടിയന്മാർ അത് വാങ്ങി സഹകരിക്കുന്നില്ലേ? ഇന്നേ വരെ അതിന്റെ പേരിൽ ഒരു കുത്തിയിരിപ്പ് സമരമോ ഒരു നിരാഹാര സമരമോ ബീവറേജിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത കവിക്ക് ഏതാണ് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ അവാർഡ്? ഏറ്റവും വലിയ അവാർഡ് വാങ്ങാൻ വേണ്ടിച്ചല്ലേ ശ്രീ പിഷാരടി സാർ ഇങ്ങോട്ട് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മാർക്കല്ലേ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വേണ്ട. സർ, ഈ ഉത്തരാധുനിക കവിതയും ദക്ഷിണാധുനിക കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ വ്യത്യാസം പഠിക്കാൻ വേണ്ടി എന്റെ ശിഷ്യനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നേ വരെ മടങ്ങി വന്നിട്ടില്ല. മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ച് പറയാം.
MK സർ മദ്യത്തിന് വേണ്ടി കവിതയിലൂടെ വാദിച്ചതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചോദിക്കട്ടെ, MK സാറിന്റെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണ്? നമ്മള് സമൂഹ അങ്ങനെയൊന്നുമില്ല, ബ്രാൻഡ് ഏതായാലും ഭ്രാന്തായാൽ മതി. അതായത് നമ്മൾ ഒരു സംഭവം കഴിക്കുമ്പോഴോ കുടിക്കുമ്പോഴോ അതിന്റെ വിലയോ അതിന്റെ മൂല്യമോ നമ്മൾ നിർണ്ണയിക്കാൻ പാടില്ല. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. രാജകീയമാണെങ്കിൽ അങ്ങനെ, യാചകനാണെങ്കിൽ അങ്ങനെ. തൃപ്തിയാണ്. MK സർ, വൃത്തത്തില് കവിത എഴുതാറുണ്ടോ? ഏതാ? വൃത്തത്തിൽ കവിത എഴുതാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓൾ എന്നെ ഒരു വൃത്തത്തിലാക്കി. അതിന് ശേഷം ആ പരിപാടി ഞാൻ മതിയാക്കി. ബാല സാർ, സാറിന് ഒരു ആത്മകഥയൊക്കെ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം സാറിന്റെ. ആണോ? അത്തരത്തിലുള്ള ഇപ്പൊ ആത്മ നന്നായിട്ടുണ്ട്. ആത്മകഥ വേണ്ട. അപ്പൊ അത്തരത്തിലുള്ള പാലയ്ക്ക് വേണ്ടി ഒരു തമിഴ് കവിത പെട്ടെന്ന് ചൊല്ലാൻ പറ്റുമോ? തമിഴ്. എന്തിറ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു എന്റെ മനസ്സിലുള്ളത്. இதுக்கு கவுண்டர் நம்ம என்ன പറയുന്നത് അറിയോ? പക്ഷേ இதுக்கு கவுண்டர் നമ്മൾ പറയും, നാടിച്ചാ താങ്ക മാട്ടേ 4 മാസം തൂങ്ക മാട്ടേ. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ചെല്ലാത്തത്. അപ്പോ ഇത്തരത്തിൽ സാധ്യതകളില്ല ഒരു ബീവറേജ് എന്ന് പറയുന്നത്. അതിനെയാണ് ജനങ്ങൾ കരിവാരിപ്പേക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജല ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബീവറേജിനെ വികസിപ്പിച്ചെടുത്തൂടെ? ഒരു തുള്ളി പച്ചവെള്ളം പോലും ചേർക്കാതെ വികസിപ്പിച്ചെടുത്താൽ കറണ്ട് ബില്ല് കുതിച്ചു വരുന്ന പോലെ നമ്മുടെ സാമ്പത്തിക മേഖല കുതിച്ചു വരൂലേ? ഒരു സംശയം ചോദിച്ചോട്ടെ? മൾട്ടി ബീവറേജ് സെറ്റ് ചെയ്ത് ചോദിക്കാം. കവി അല്ല, എനിക്കൊരു സംശയമുള്ളൂ. കവിയാണെന്നും പറഞ്ഞാ കയറി വന്നത്. ഇതിപ്പോ ബിവറേജിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചാ. ഒരു കവി ജനിക്കുന്നത് ബീവറേജിൽ നിന്നാണ്, മനസ്സിലാക്കണം. അല്ല, അമ്മ അവിടെ പ്രസവിച്ചത് അവിടെ ആയിരുന്നു ജനിച്ച വീടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സോറി, ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും. ജനന അവിടെ ആണെങ്കിലും മരണം ഈ ഫ്ലോറിലായിരിക്കും.